ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് അപ്പം റെസിപ്പി. ഇതിനായിട്ട് ഒരു ഗ്ലാസ് പച്ചരി, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഏത് പച്ചരി ആയിരുന്നാലും ശരി തന്നെ അത് നമുക്ക് എടുക്കാവുന്നതാണ്. ഇത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് ഒരു പ്രാവശ്യം വെള്ളത്തിൽ നന്നായി കഴുകിയതിന് ശേഷം മറ്റൊരു വെള്ളം ഒഴിച്ച് നമുക്ക് അടച്ച് 2 മണിക്കൂർ കുതിർക്കാനായി മാറ്റി വയ്ക്കാം. ഇതിന് ഇവിടെ ചേർക്കാൻ വേണ്ടിയിട്ട് അരമുറി തേങ്ങ, ഒരു തവി നമ്മൾ വേവിച്ച ചോറ്, അതുപോലെ തന്നെ 1 സ്പൂൺ ഉപ്പ്, 1/2 ടേബിൾ സ്പൂൺ സോഡാപ്പൊടി എന്നിവ എടുക്കുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. കുതിർത്ത പച്ചരി നമ്മുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് മൊത്തമായി തന്നെ ആ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം, കാരണം ഇത് 1 ഗ്ലാസ് അരി മാത്രമാണ് ഉള്ളത്. ഇതൊരു 4 അംഗ കുടുംബത്തിന് ആവശ്യമായ അപ്പം ചുടുന്നതിന് ആവശ്യമായ അപ്പം ചുട്ടെടുക്കാം ഈ 1 ഗ്ലാസ് അരിയിൽ തന്നെ. അതിനായിട്ട് ഈ അരിയിൽ കൂടെ നമ്മുടെ തേങ്ങ, അരമുറി തേങ്ങ ചിരകി ഇട്ട് കൊടുക്കുക. ഒരു തവി വേവിച്ച ചോറ്, അത് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മുടെ ഉപ്പ് 1 സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന് നമുക്ക് ചേർക്കാം. ഞാനിപ്പോൾ ചേർക്കുന്നത് 1 സ്പൂൺ ഉപ്പാണ്. അതോടൊപ്പം തന്നെ 1/2 ടേബിൾ സ്പൂൺ സോഡാപ്പൊടി എടുത്തതുകൂടി നമ്മൾ ഇതിനകത്ത് ചേർക്കുക. അതിനുശേഷം 1.5 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം എല്ലാ അരിയും വെള്ളത്തിൽ മുങ്ങി നിൽക്കണം. എന്നിട്ട് മിക്സി ഓണാക്കി നമുക്ക് നന്നായി തന്നെ അരച്ചെടുക്കാം. ഇത് തരിയില്ലാതെ അരച്ചെടുക്കണം. നന്നായി അരച്ചെടുത്ത ബാറ്ററിൽ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് അത് 6 മണിക്കൂർ സെറ്റാവാനായിട്ട് അടച്ച് മാറ്റി വയ്ക്കുക. ഇത് 6 മണിക്കൂറായാലേ ഇത് സെറ്റ് ആവുകയുള്ളൂ. നമ്മൾ അരച്ചെടുത്ത ഉടനെ ഇത് തയ്യാറാക്കാൻ പാടുള്ളതല്ല. അങ്ങനെ ഉണ്ടാക്കിയാൽ അത് ശരിയായിട്ട് വരികയില്ല. അതുകൊണ്ടാണ് നമ്മളത് 6 മണിക്കൂർ അതിനെ ശരിയായി അടച്ച് മാറ്റി വയ്ക്കുന്നത്. ഇപ്പോൾ ഇത് തയ്യാറായിട്ടുണ്ട്. ഇത് 6 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ ഒരു തവി ഉപയോഗിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കാരണം ഇളക്കി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇതിൽ ചെറിയ തരികൾ അടിഭാഗത്ത് തങ്ങി നിൽക്കും, മുകൾ ഭാഗത്ത് നേർത്ത തരികൾ മാത്രമായി മാറും. അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു ചീനച്ചട്ടി, നമ്മൾ അപ്പം ചൂടാനായിട്ട് ഉപയോഗിക്കുന്ന നോൺ സ്റ്റിക്ക് പാനായാലും മതി, നമ്മൾ അടുപ്പത്ത് വയ്ക്കുക, ചൂടാക്കുക. അതിലേക്ക് എണ്ണ തടവിയതിന് ശേഷം 1 തവി മാവ് അതിലേക്ക് ഒഴിക്കുക. ബാറ്ററിന് അതിലേക്ക് ഒഴിച്ചതിന് ശേഷം നമ്മൾ അത് ഒന്ന് കറക്കി കൊടുക്കുക. ഇങ്ങനെ ഇതുപോലെ കറക്കി കൊടുക്കണം. എന്നാൽ മാത്രമേ അപ്പത്തിന് അതിൻ്റെ ഷേപ്പ് ലഭിക്കുകയുള്ളൂ. ഇങ്ങനെ കറക്കി വെച്ചതിന് ശേഷം ഒരു മൂടി കൊണ്ട് അത് അടച്ചു വയ്ക്കുക. 2 മിനിറ്റ് നേരം അടച്ചു വെക്കേണ്ടതാണ്. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത് തുറന്നു നോക്കാം. ഇത് ഒരു ചട്ടുക ഉപയോഗിച്ച് ഇളക്കിയെടുക്കുക. ഇളക്കി സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുക. ഇതാണ് നമ്മുടെ അപ്പം റെസിപ്പി. മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റെസിപ്പിയാണിത്. താങ്ക് യു ഫോർ വാച്ചിങ്.